എക്സുമ പടം 2 ആഴ്ച മുമ്പ് കാണാൻ തുടങ്ങിയതാണ്. പക്ഷേ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്ത ഒരു സബ് ടൈറ്റിൽ മാത്രം അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് ഭയങ്കര ശോകം ഇംഗ്ലീഷ് സബ് ആയിരുന്നു. കഴിഞ്ഞ ദിവസം നോക്കിയപ്പോൾ എംസോണിന്റെ വെബ്സൈറ്റിൽ മലയാളം സബ് ടൈറ്റിൽ ഇറങ്ങിയായിട്ട് കണ്ടു. അങ്ങനെയാണ് പടം കണ്ടു തീർത്തത്. സോ ഇന്ന് കൊറിയൻ ത്രില്ലറായ എക്സുമയെ കുറിച്ച്. കൊറിയയിലെ കളക്ഷൻ റെക്കോർഡുകൾ ഭേദിച്ച സിനിമയാണ് എക്സുമ. 793 കോടി രൂപയാണ് പടം വേൾഡ് വൈഡ് ആയിട്ട് ഇതുവരെ കളക്ട് ചെയ്തിട്ടുള്ളത്. ഒരു ശവപ്പെട്ടിയാണ് ഈ സിനിമയിലെ ഭയത്തിന്റെ ഉറവിടം. കൊറിയയിലെ ഒരു പ്രമുഖ സമ്പന്ന കുടുംബത്തിൽ കുറെ കാലമായിട്ട് നടക്കുന്ന അനിഷ്ട സംഭവങ്ങൾക്ക് കാരണം 1 നൂറ്റാണ്ടിന് മുമ്പ് മറവ് ചെയ്ത ഒരു ശരീരമാണെന്നും ഇതിനുള്ള പരിഹാര കർമ്മങ്ങൾ ചെയ്യുന്നതിനായിട്ട് 4 മന്ത്രവാദികൾ എത്തുന്നതും അവർ ആ ശവപ്പെട്ടി പുറത്തെടുക്കുന്നതും തുടർന്ന് നടക്കുന്ന ഭീകര സംഭവങ്ങളുമാണ് ഈ സിനിമ പറയുന്നത്. വളരെ സ്ലോ ബേണിംഗ് ആയിട്ടുള്ള ഒരു ഹൊറർ ത്രില്ലർ സിനിമയാണിത്. ആദ്യത്തെ ഒരു 10-15 മിനിറ്റ് കണ്ടു കഴിയുമ്പോഴേക്കും നമുക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നില്ല. പിന്നെ പതുക്കെ എൻഗേജിംഗ് ആയിട്ട് മാറുന്നു. അത്യാവശ്യം നല്ല ഹൊറർ മൊമെന്റ്സ് ഉള്ള ജംസ്കെയർ സീനുകളൊക്കെയുള്ള ഒരു അറ്റ്മോസ്ഫിയറിക് ഹൊറർ ചിത്രമാണ് ഇത്. മികച്ച കാസ്റ്റിംഗ് പടത്തിന്റെ കരുത്താണ്. നമ്മുടെ ഓൾഡ് ബോയിലൂടെ ഒക്കെ പ്രശസ്തനായ ചോയ് മിൻ സിക് പ്രധാന വേഷത്തിലെത്തുമ്പോൾ അദ്ദേഹത്തെക്കാൾ ഗംഭീരമായിട്ടുള്ള ഒരു കഥാപാത്രമായിട്ട്, അതായത് ഹ്വാറിം എന്ന മന്ത്രവാദിനിയായിട്ട് കിം ഗോയ് യൂണ് തകർത്തഭിനയിച്ചിട്ടുണ്ട്. മറ്റു 2 കഥാപാത്രങ്ങളും കിടിലനായിരുന്നു. വളരെ നിയന്ത്രിതമായിട്ട് സന്നിവേശിപ്പിച്ച പശ്ചാത്തല സംഗീതവും മികച്ച സൗണ്ട് ഡിസൈനും പടത്തിന്റെ മെയിൻ പോസിറ്റീവുകളാണ്. ഛായാഗ്രഹണവും CGI വർക്കുകളും പടത്തിന്റെ ഹൈലൈറ്റുകൾ തന്നെയാണ്. എഡിറ്റിംഗ്, കളർ ഗ്രേഡിംഗ് എന്നിവയും കൊള്ളാം. കൊറിയൻ കൾച്ചർ, അവരുടെ ഫോക്ലോർ, അതുപോലെ ഗോത്തിക് ഹൊറർ എലമെന്റ്സ് ഇതെല്ലാം നന്നായിട്ട് തന്നെ സ്ക്രിപ്റ്റിൽ ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. ഭൂതകാല സംഭവങ്ങൾ കോർത്തിണക്കി കൊറിയയുടെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഹിസ്റ്ററി കൂടി എക്സ്പ്ലോർ ചെയ്തതും സ്ക്രിപ്റ്റിന്റെ മികവ് തന്നെയാണ്. ഇനി ഇതിന്റെ നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയ ഒരു ഘടകം, ഇമോഷണലി നമുക്ക് കാര്യമായിട്ട് പടത്തിൽ ഒന്നും കണക്ട് ആവുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ പേടിച്ച് ചാകും എന്നൊക്കെയുള്ള തള്ളൊന്നും ഞാൻ പറയില്ല. എനിക്ക് അത്രയ്ക്ക് പേടിയൊന്നും വന്നില്ല. എക്കാലത്തെ മികച്ച കൊറിയൻ അറ്റ്മോസ്ഫിയറിക് ഹൊറർ ചിത്രമായ വെയിലിംഗുമായിട്ട് പലരും കമ്പയർ ചെയ്യുന്നുണ്ടെങ്കിലും അത്രയ്ക്കൊന്നും വരുന്നില്ല ഈ പടം എന്നുള്ളതാണ് സത്യം. എങ്കിലും ഈ ഒരു ജോണർ ഇഷ്ടപ്പെടുന്നവരെ ഈ ചിത്രം തൃപ്തിപ്പെടുത്തുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഞാൻ ഇതിന് 4 ഔട്ട് ഓഫ് 5 റേറ്റിംഗ് നൽകും. ഇത് ഹൊറർ ത്രില്ലർ പ്രേമികൾക്കായിട്ട് റെക്കമെൻഡ് ചെയ്യുകയാണ്. പടം ഇന്ത്യൻ പ്ലാറ്റ്ഫോമുകളിലൊന്നും ഇപ്പോൾ അവൈലബിൾ അല്ല. നിങ്ങൾക്ക് ടെലഗ്രാമോ ടൊറന്റോ അതുപോലെയുള്ള മാർഗങ്ങൾ സ്വീകരിക്കുകയേ നിവൃത്തിയുള്ളൂ. അതിനുശേഷം മലയാളം സബ് ടൈറ്റിൽ വേണമെന്നുള്ളവർക്ക് എംസോണിന്റെ വെബ്സൈറ്റിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് VLC പ്ലെയറിൽ ആഡ് ചെയ്താൽ മതിയാവും. അപ്പോൾ ഈ ചിത്രം കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടി കമന്റിൽ രേഖപ്പെടുത്തുക.